എന്തെങ്ങനെ ഓണാവാത്ത ഇതെന്താ മുകളിലോട്ട് വരാത്തത്? സാധാ 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 പുറത്ത് ഹലോ നമസ്കാരം. എല്ലാവരും ഈദൊക്കെ ആഘോഷിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു ഈദ്? ഇവിടെ എല്ലാ സ്ഥലത്തും ഇതാണ്, മിററാണ്. അത് കാരണം എവിടെ നിന്നാലും എല്ലാവർക്കും കാണാം എന്നുള്ളതാണ്. നമ്മൾ ലൈവ് ഇതിലെല്ലാം സബിലാണ്. ഇന്ന് സബിലോട്ട് പോര് മോനെ, സബിലോട്ട് പോര്. ആരാ വിളിക്കുന്നത്? വിശേഷം ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒന്ന് ത്രെഡ് ചെയ്യണം. അന്ന് അൺട്രാൻസ് ഒക്കെ വാക്സ് ചെയ്യണം. അങ്ങനെ അർബൻ കമ്പനിയിൽ നിന്ന് ആള് വന്നു. നോക്കി ആരാ വിളിക്കുന്നതെന്ന്. കിടക്കുവല്ലേന്നാ? ആ സാരെല്ലാം മുകളിലോട്ട് പൊക്കി ഇതാക്കാം. ചായ കുടിച്ചില്ല. കിടക്കയില്ല, പിന്നെ ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കണ്ടെന്ന് പൊന്നു പറയുന്നു. എന്നാ കുറച്ചുകൂടെ മുകളിലോട്ടാക്കി വെക്കാം. അപ്പോൾ ഇന്ന് സബിൽ ലൈവായിട്ട് ബ്യൂട്ടീഷ്യൻ അവർക്ക് നല്ല കണ്ടന്റ് ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് നല്ലൊരു കണ്ടന്റ് കൊടുക്കാമല്ലോ. എനിക്കാണെങ്കിൽ ഇതിനി എഡിറ്റ് ചെയ്തിട്ട് ഇതാക്കിയൊന്നും എനിക്കാണെങ്കിൽ വയ്യ. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങളോട് സംസാരിക്കാനല്ല, സബിലോട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കയറാൻ പറ്റാത്ത എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും ആടാ ഞാൻ നിന്റെ ചിലവിനാണല്ലോ ജീവിക്കുന്നത്. നീ പറഞ്ഞ ഉടനെ അങ്ങോട്ട് കാണിക്കാനായിട്ട്. അപ്പോൾ യെസ്, ഫുള്ള് ഫ്രീ ആയി. നല്ല കാറ്റ്. ആ പാൽസര ഊരി വെക്കണ്ടേ? ഫേഷ്യലൊന്നും ഇല്ല, അത് കാരണം വേറെ ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. അൺട്രാംസ് ഓരോ എന്തോ അതിന് വേണ്ടിയിട്ടായില്ല. അയ്യോ ഇതാ പോലെ അവിടെ നില്ലേ. ട്രോളിയുടെ മുകളിൽ വെച്ചതാ. മുടി അഴിച്ച് ഫുള്ള് കാണിക്കുക. മുടി അഴിച്ചത് മുഴുവൻ റീലിൽ കിടപ്പുണ്ട്. അത് പോയി കാണണ്ടേ. ഇങ്ങനെ ഓരോരുത്തർ വന്ന് അത് ചെയ്യൂ ഇത് ചെയ്യൂന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതാക്കാൻ എനിക്ക് ചേച്ചിയുടെ പണിയാ ചെയ്തോണ്ടിരിക്കണം. മോന് വേറെ പണിയൊന്നുമില്ലേ? ചേച്ചിയുടെ പണിയാ ചെയ്തോണ്ടിരിക്കണം. ചേച്ചിയുടെ ചെയ്യേണ്ട സമയത്ത് പണി ചെയ്തോണ്ടാ ഈ ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ ചേച്ചി നിൽക്കുന്നത്. ചേച്ചി നീയൊക്കെ വാണം വിട്ട് കിടന്ന സമയത്ത് ചേച്ചിയൊക്കെ പട്ടി പണിയെടുക്കായിരുന്നു. കണ്ട പൊട്ടിലും ആകാശത്തും ഒക്കെ ആയിട്ട്. അതുകൊണ്ടാ ചേച്ചിക്ക് ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നേ. അപ്പോ അയ്യോ ഫുൾ എന്താണ് ലെഗ് വാക്സ് ഉണ്ട്. അപ്പോൾ കൂടുതൽ നിൽക്കേണ്ട നിഴലടിക്കും.
അടിയിലുള്ളതെല്ലാം വരുന്നേ ഏജ് എത്ര ആയിന്ന് വെച്ചിട്ടല്ലേ എടി പൊടിന്ന് വിളിക്കാതെ വേണ്ട. വിളിക്കുന്ന ചേച്ചി എന്നുള്ള വിളി എങ്ങനെ ഇങ്ങ് പോയാൽ മതി. ചേച്ചി തന്നെ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ട് വരാം. ബ്യൂട്ടീഷ്യൻ ഒന്നും ഇല്ല കേട്ടോ. ആകെ പുരിയം തൊട്ടിയാണ്. ഈ താടിയൊന്ന് മേടിക്കണം, മീശയിലൊന്ന് താക്കണം, കാലം നണ്ടാൻസ് വാക്സ് ചെയ്യണം. ഫുള്ള് മലര് പഠിക്കൽ പാർട്ടികളല്ല, വേറെ ഒന്നുമില്ല. അപ്പം ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. ഇനി നമ്മ സബില് മാത്രം. അവർ പിണങ്ങും അല്ലെങ്കിൽ. എന്നാൽ പിന്നെ നമ്മളെന്തിനാ സബ് എടുത്തേന്ന് നോക്കിയാൽ. ബൈ 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 ബൈ. ചേച്ചി ഒന്ന് മേലെ കഴുകിയിട്ട് വരണോ ചേച്ചി? രാവിലെ ഒന്ന് കഴുകിയതാ, എന്നാലും മുഖമൊക്കെ ഫേസ് വാഷ് ഇട്ട് കഴുകിയതാ. ആ ഇവിടെ ബെഡൊക്കെ റെഡിയായല്ലേ? അയ്യോ, പൊന്നുവിന്റെ ബെഡ്റൂമാണ് നമ്മളെ ഇന്നത്തെ ബ്യൂട്ടീഷ്യൻ ബെഡ്. ഞാനൊരു ബെഡ് മേടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നേ, പക്ഷെ അതൊന്നും ഇങ്ങനെ ഇപ്പം കാല് വാക്സ് ചെയ്യാന്നാ. ഓക്കെ ബൈ ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എന്റെ പണിയിലോട്ട് പോട്ടെ. ബൈ 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 ബൈ. അപ്പൊ എല്ലാരും ഇനിയിപ്പോ ബ്യൂട്ടി പാർലർ പോവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അർബൻ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്ത് മതി. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ആളെത്തും. ഓക്കെ ബൈ. അതെ, അടുത്തൊക്കെ ആണെങ്കിൽ വന്ന് ചെയ്തു തരും. ഞാൻ 4 ദിവസത്തിന് മുമ്പ് ബുക്ക് ചെയ്തിട്ട് ചേച്ചി ഒന്ന് കിട്ടിയത്. എനിക്ക് പെരുന്നാൾ ചേച്ചിയെ ഡയറക്റ്റ് ഇതാണ് നമ്മളുടെ ചേച്ചി ഡയറക്റ്റ് വന്നിട്ട് ചേച്ചിയെ ഞാൻ നോക്കിയിട്ടെ ബുക്ക് ചെയ്തപ്പോ നല്ല പ്രായമുണ്ട്. അപ്പോ അല്ല പ്രായമല്ല, മീൻസ് മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഈ നാച്ചുറൽസിന്റെ എല്ലാ സ്ഥലത്തും മറ്റേ ചിങ്കീസ് അല്ലേ, എല്ലാം 15, 20, 25 അതിന്റെ ഇടയിലുള്ളതാണ്. പോളോണിക്ക് പണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ എല്ലാ സ്ഥലത്തും 25 വയസ്സിന് താഴെയുള്ള ചിങ്കീസ് ആയിരിക്കും. അപ്പൊ ആളെ കിടമ്പോ മലയാളി. അപ്പൊ നോക്കിയപ്പോ എന്തായാലും ഒരു 10-35 വയസ്സ് 40 സംതിങ് ഉണ്ട്. അപ്പൊ അതിന്റെ അത്രയുണ്ട്. അപ്പൊ ഞാൻ വെച്ചു അയ്യോ ഇതിനിപ്പോ എങ്ങനെയായിരിക്കും ഇതൊക്കെ. എന്നിട്ട് ഞാൻ റിവ്യൂ എടുത്ത് നോക്കിയിട്ടാ. റിവ്യൂ എടുത്ത് നോക്കിയാൽ കിളിയൊക്കെ പോയി എന്നുള്ളതാ. കംപ്ലീറ്റ് അടിപൊളി റിവ്യൂ. കാരണം എനിക്ക് ഇതുപോലെ കോഴിക്കോട് സൗന്ദര്യം എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം എല്ലാരും 40-50 സംതിങ് വയസ്സുള്ളവരാ. എന്ന് വെച്ചാൽ 20 വർഷം കൊണ്ടായിട്ട് ആ ബ്യൂട്ടി പാർലർ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ മാത്രമാണ്. മറ്റുള്ള ആൾക്കാർ ആരുമില്ലേ. ചേച്ചി അവിടെ സൗന്ദര്യം എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലർ. ഞാൻ അവിടെ കാലിക്കറ്റ് നിൽക്കുന്ന സമയത്ത് നാച്ചുറൽസിൽ എല്ലാ സ്ഥലത്തൊക്കെ ഞാൻ ഫുൾ ഇത് ചെയ്യുമായിരുന്നു. ഫേഷ്യല്, സ്പാ, കംപ്ലീറ്റ് എല്ലാ മാസം ഞാൻ എല്ലാം ഇത് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് ഷോപ്പ് ഉണ്ടായി. പിന്നെ ഞാൻ ഹോസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് നിർബന്ധമാണ് ചെയ്യുക എന്ന് പറയുന്ന നിർബന്ധമാണ്. ഇപ്പോഴത്തെ പോലെയല്ല. അപ്പൊ ഞാൻ എല്ലാ മാസവും എല്ലാ സർവീസും ചെയ്യും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം എങ്ങനെയോ ഈ സൗന്ദര്യയിൽ എത്തിപ്പെട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നിട്ടേ ഇല്ല. ആ സമയത്ത് എനിക്ക്